റോഷിപാൽ, എത്രയോ ഉദ്യോഗാർത്ഥികൾ അവർ നേരിട്ട അനീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. യുവജന സംഘടനകളടക്കം വലിയ പ്രതിഷേധം നടത്തി. അങ്ങനെ ഒടുക്കം ഇതൊരു ഗൗരവമായ വിഷയമാണ് എന്ന് കണ്ടുകൊണ്ടാണല്ലോ ഉന്നത തലത്തിലുള്ള അന്വേഷണത്തിലേക്ക് സർക്കാർ അത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവമെങ്കിലും PSC കാണേണ്ടതല്ലേ? ഇപ്പൊ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ ഒന്നോ രണ്ടോ വിഷയമാണോ PSCക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്? അതിപ്പോ ചോദ്യങ്ങൾ ഒഴിവാക്കലാണെങ്കിലും അല്ലെങ്കിൽ ഈ മൂല്യനിർണ്ണയത്തിലെ അട്ടിമറിയാണെങ്കിലും സ്വജനപക്ഷപാതവും പിൻവാതിൽ നിയമനമാണെങ്കിലും ഇനിയിപ്പോ അല്ല KSAIO പട്ടികയിലേക്ക് ഇടപെടൽ, അങ്ങനെ എത്ര എണ്ണി പറഞ്ഞാൽ ഇത് തീരില്ല. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് PSCക്ക് ഇങ്ങനെ നിരുത്തരവാദപരമായി ഒരു വിമർശനം നടത്താൻ കഴിയുന്നത്? റോഷി, നമ്മൾ കണ്ടതാണ് ഈ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നപ്പോൾ അത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നതോടെ PSC ബോർഡ് യോഗം ചേർന്ന് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ അത് PSCയുടെ ചെയർമാൻ നേരിട്ട് ശ്രമിച്ചതിന്റെ തെളിവും പുറത്തു വന്നു. അങ്ങനെയാണ് വിജിലൻസ് അന്വേഷണം തന്നെ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ബോർഡ് തീരുമാനിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ചെയർമാൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ശ്രമം നടത്തി. അത് പിന്നീട് മാധ്യമങ്ങളിലൂടെ ആ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. അതേസമയം തന്നെ അതിൽ ഉദ്യോഗാർത്ഥികൾ അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചതോടെ സർക്കാർ ഇടപെട്ട SIT അന്വേഷണം പ്രഖ്യാപിച്ചത്. മറുഭാഗത്ത് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിട്ടിരുന്നു. പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഉദ്യോഗാർത്ഥികൾ കൈമാറണമെന്ന്. ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഒരു രേഖകളും കൈമാറാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഏറ്റവും കൂടുതൽ വിവരാവകാശ കമ്മീഷണറേറ്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് PSCക്ക്. ഏതെങ്കിലും തരത്തിൽ ഈ ഉത്തരവ് ലംഘിച്ച് മുന്നോട്ട് പോയാൽ വിവരാവകാശ നിയമം അനുസരിച്ച് കടുത്ത നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ PSC സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. കാരണം എല്ലാ രേഖകളും കൈമാറണമെന്ന നിർദ്ദേശമുണ്ട്. അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടതില്ല. ഉദ്യോഗാർത്ഥികൾ അവരുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കട്ടെ. അവർക്ക് അവർ എഴുതിയ ഉത്തരക്കടലാസുകൾ പരിശോധിക്കാൻ നിയമപരമായി എല്ലാ തരത്തിലും അനുവാദമുണ്ട്. എന്തുകൊണ്ട് അത് നൽകുന്നില്ല എന്ന ചോദ്യം വിവരാവകാശ കമ്മീഷൻ ഉയർത്തുമ്പോൾ ആ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് PSC മുന്നോട്ട് പോകുന്നു. എന്താണ് ഈ ഉത്തരക്കടലാസിന്റെ പകർപ്പ് കൈമാറാൻ PSCക്ക് മടിയെന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് സമൂഹം ഉയർത്തുന്നത്. അങ്ങനെ ഒട്ടേറെ സംശയം ഇടയാക്കുന്ന നീക്കങ്ങൾ PSCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒടുവിൽ ആസൂത്രണ ബോർഡ് പരീക്ഷ മാത്രമല്ല അതിന്റെ അഭിമുഖത്തിൽ മാർക്ക് വാരിക്കോരി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ യഥാർത്ഥത്തിൽ എഴുത്തു പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ 12.2% മാർക്ക് മാത്രമേ അഭിമുഖത്തിൽ കൊടുക്കാൻ പാടുകയുള്ളൂ. പക്ഷേ 72% മാർക്ക് വരെ അഭിമുഖത്തിൽ വാരിക്കോരി കൊടുക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും പരീക്ഷ അട്ടിമറിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷയാണ്. ഇടത് സഹയാത്രികനായ ഒരാളെ നിയമിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഗൂഢാലോചനയും അട്ടിമറിയും SIT സ്ഥിരീകരിക്കുന്നത്. അവിടെയാണ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം. നിരവധി തെളിവുകൾ ഇതിനോടകം തന്നെ SIT ശേഖരിച്ചു കഴിഞ്ഞു. ഇനി സുപ്രധാനമായ തെളിവ് ശേഖരിക്കേണ്ടത് PSC ആസ്ഥാനത്തെ പരീക്ഷാ വിഭാഗത്തിലെ കമ്പ്യൂട്ടറിലാണ്. ആ കമ്പ്യൂട്ടർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വിട്ടു നൽകാൻ PSC തയ്യാറാകുന്നില്ല. അവിടെയാണ് നിയമ ഉപദേശം തേടാൻ വേണ്ടി SIT തീരുമാനിച്ചത്. ആ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കാൻ വേണ്ടി PSC നൽകുന്ന വിശദീകരണം ആ കമ്പ്യൂട്ടറിലാണ് എല്ലാ പരീക്ഷയും നടത്തുന്നത്. അതുകൊണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവിടെയുണ്ട്. അത് കമ്പ്യൂട്ടർ പരിശോധിക്കാൻ കഴിയില്ല. ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ പറയുന്നത് കമ്പ്യൂട്ടർ പരിശോധിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ വ്യത്യസ്തമായ ഘടകവിരുദ്ധമായ വിശദീകരണമൊക്കെ നൽകിക്കൊണ്ട് വീണ്ടും ഉദ്യോഗാർത്ഥികളെയും മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തി PSC മുന്നോട്ട് പോവുകയാണ്. അതാണ് റോഷിപാൽ പറഞ്ഞതുപോലെ ഇത്രയേറെ ആരോപണങ്ങൾ ഉള്ളപ്പോൾ ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് PSC അതിന് കീഴിൽ നടന്ന പരീക്ഷാ ക്രമക്കേടിൽ പരാതിക്കാരെയും മാധ്യമങ്ങളെയും ഇപ്പോൾ വിമർശിക്കുന്നത്.